Once upon a time. Once upon a time. Once upon a time. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് Once Upon a Time സീസൺ 3 സ്റ്റാർട്ടപ്പ് ഫോർ സ്റ്റാൻഡപ്പ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Once upon a time. Once upon a time. Once Upon a Time സീസൺ 3യുടെ ഒന്നാം സമ്മാനം 7 ലക്ഷം രൂപ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാരോഗമല്ല. നമ്മുടെ രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപയാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനമായി നൽകുന്നത് 3 ലക്ഷം രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്, സുന്ദരം സുദൃഢം സുഖകരം. Once Upon a Time സീസൺ 3യിലെ ചിരിയുടെ യോദ്ധാക്കളെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം our teams, ടീം രാംജി റാവ്. വെൽക്കം. ഒപ്പം ടീം മാന്നാർ മത്തായി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡില് രണ്ട് ടീംസിനെയും ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മിടുക്കികൾ, രണ്ട് ടീം ലീഡേഴ്സിനെ ലഭിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം ചേർന്ന ടീം രാംജി റാവുവിനെ ലീഡ് ചെയ്തുകൊണ്ട് അഞ്ജന. വെൽക്കം. അഞ്ജന, ഞാൻ പ്രൊഫഷണലി ഫിസിയോതെറാപ്പിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇൻഫ്ലുവൻസർ ആണ്, വീഡിയോ ക്രിയേറ്റർ ആണ് ആൻഡ് ഡാൻസർ ആണ്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇത് രണ്ടും അല്ലാണ്ട് മറ്റ് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? പ്രൊഫഷണലി ഡാൻസ് പഠിച്ചുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ്. ആൻഡ് ഇപ്പോൾ വീഡിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ഐ ട്രൈ എവറി സ്റ്റൈൽസ് ഓഫ് ഡാൻസ്. റീൽസ് ഒക്കെ ചെയ്യാറുണ്ടായിരിക്കും, വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടാവില്ലേ? അടിപൊളി, സൂപ്പർ. സോ വെൽക്കം അഞ്ജന. താങ്ക് യു. ആൻഡ് ടീം മാന്നാർമത്തെ ലീഡ് ചെയ്യുന്നത് നിത്യയാണ്. നിത്യ, വെൽക്കം. നിത്യയെ കണ്ടാൽ തന്നെ അറിയാം നിത്യയുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം മോഡലിംഗ് ആണോ? യു ലുക്ക് വെരി പ്രിറ്റി. അപ്പോൾ വെൽക്കം. താങ്ക് യു സോ നമ്മുടെ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? പിന്നെ നല്ല ഷോ ആണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. ശരി. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ മോഡലാണെന്ന് എങ്ങനെ മനസ്സിലായി? ഒരാളെ ലുക്ക് കണ്ടാൽ മനസ്സിലാവോ ഇയാള് മോഡലാണ്? ലുക്ക് കണ്ടാൽ മനസ്സിലാവോ? ഒരാളുടെ ഡ്രസ്സിംഗ് കണ്ടാൽ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇദ്ദേഹം ഒരു പക്ഷേ മോഡലായിരിക്കാം. മോഡലാണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലെ സജീന. അത് മനസ്സിലായില്ലല്ലോ. അത് 72 മോഡലാണ് സാർ. 75 മോഡൽ. സജീന ഇപ്പൊ ഇതൊക്കെ ഷോർട്ട് ഫിലിംസും പടത്തിലും ഒക്കെ അഭിനയിച്ചിട്ടിരിക്കുകയാണ് സജീന, അല്ലാതെ മോഡലല്ല. ഇപ്പൊ Once Upon a Time കണ്ടസ്റ്റന്റും സിനിമാ താരവും കൂടിയാണ്. അതെ. ഓക്കെ. വെൽക്കം രണ്ടുപേർക്കും ഷോയിലേക്ക് സ്വാഗതം. Once Upon a Timeന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രമേശ് പിഷാരടി. Once Upon a Time മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ചിലരൊക്കെ പറയും, ചില കുട്ടികളികളും തമാശകളൊക്കെ പറയും, ഇനി ഇതൊക്കെ പറയാറായോ, നമ്മൾ വലുതായില്ലേ എന്ന് പറയും. ശരിക്കും നമ്മൾ വലുതായതുകൊണ്ട് കുട്ടികളികളും തമാശകളും ചിരികളും ഒക്കെ നിർത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചിരിയും കളിയും എല്ലാം നിർത്തുന്നത് കൊണ്ട് നമ്മൾ വലുതായി പോകുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു വിദേശ രാജ്യത്ത് പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു പുതിയ കൺസെപ്റ്റിലുള്ള ഒരു പാർക്കിൽ ഞാൻ പോയി. ദുബായിലാണ്. അവിടെ കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാളുകളിലൊക്കെ പോയാൽ മുഴുവൻ കളർ ബോളുകളൊക്കെ ഇട്ടിട്ട് പിള്ളേർ കിടന്ന് ചാടുന്ന, ഒരു ഇലാസ്റ്റിക്കിന്റെ വട്ടത്തിൽ നിന്ന് തുള്ളുന്ന, ഊർന്നു വരുന്ന അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ്. പക്ഷെ ഇത് അവർ ഒരുക്കിയിരിക്കുന്നത് വലിയ ആളുകൾക്ക് വേണ്ടിയാണ്. അവിടെ 15 വയസ്സ് താഴെയുള്ള ആർക്കും പ്രവേശനമില്ല. ഞാൻ ചെല്ലുമ്പം നിറച്ച് വലിയ ആൾക്കാര് കളർ ബോൾ എടുത്ത് എറിയുന്നു, ഊർന്നു വരുന്നു, ചാടി വരുന്നു, കുത്തി പറയുന്നു. അപ്പൊ ഞാൻ പലരെയും പരിചയപ്പെട്ടപ്പോൾ പലരും വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാരാണ്, മാനേജർമാരാണ്, സിഇഒമാരാണ്. ഇവരെല്ലാം അവിടെ എത്തി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലതരത്തിൽപ്പെട്ട കളികളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആൾക്കാർ മാത്രം. ഞാനും കുറേ നേരം അവിടെ കുത്തിമറിഞ്ഞു. അവിടെ ആരും, നമ്മൾ വലിയ ആൾക്കാർ
ഇതൊക്കെ ചെയ്യുകയാണല്ലോ എന്നൊരു ബോധ്യമില്ലാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ, സ്ട്രെസ് കുറയ്ക്കാൻ കിട്ടുന്ന സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം. നമ്മുടെ സൗഹൃദങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നിങ്ങളെ അത്തരത്തിലുള്ള ടെൻഷനുകളിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. ഫൺസ് അപ്പോൺ എ ടൈം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹവും ഒരു 2 പതിറ്റാണ്ടുകളോളമായി മലയാളികളുടെ ചിരി ഓർമ്മകളിലെ നിത്യ സന്ദർശകനാണ്. ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആ അഭിനേതാവിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാജു നവോദയ. സീസൺ 3യുടെ തുടക്കമുള്ള എപ്പിസോഡുകൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് സാജുവേട്ടൻ വരുന്നത്. ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ സാജുവിന്റെ ഒരു വൈബിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഓക്കെ, എന്തായാലും ഇപ്പൊ വീണ്ടും വരാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വരുന്നതിന് അതൊരു കാര്യമുണ്ട് സാജു. നമ്മൾ പല പരിപാടികളിലും നമുക്ക് ഈ അതിഥികളായിട്ട് വരുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ആൾക്കാർ നീ വലുതല്ല നല്ല പറഞ്ഞു വരുന്നത് പലരെയൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ അതിഥികൾക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, അവർ നമ്മുടെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യണം. ഈ പരിപാടിയെ കൂടുതൽ എന്റർടൈനിങ് ആക്കണം. ഈ പരിപാടിക്ക് വേണ്ട ചില നർമ്മങ്ങളും തമാശകളിലൊക്കെ ഇടപെടണം, പറയണം. അപ്പൊ ഇവിടെ വന്നിരുന്ന് വീട്ടിൽ TV കാണുന്ന പോലെ ഇരുന്ന് പരിപാടി കണ്ടിട്ട് പോകുന്ന ഒരു അതിഥിയെ ഞങ്ങൾക്കും അത്ര പറ്റില്ല. അവിടെയാണ് സാജു നവോദയെ പോലെ ഒരാൾ വരുമ്പോഴുള്ള രസം. സാജുവിൻ്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, നർമ്മങ്ങളുണ്ട്. ഞങ്ങളോട് വളരെയധികം ചെല്ലാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് പറയും പുള്ളിനെ ഒന്നുകൂടെ കൊണ്ടുവന്നാൽ സന്തോഷം. അങ്ങനെയാണ് സാജു വരുന്നത്. അല്ല, എന്തായാലും എനിക്കും സന്തോഷം. ഞാൻ എപ്പോഴും വിഷാരണ്ട് പറയാറില്ലേ, ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക വൈബാണ്. കാരണം ഞാനും ഇതുപോലെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. അതെ, ഗംഭീരമായിട്ടുള്ള പ്രതിഭകളുണ്ട്. നമ്മളിപ്പോ ഇവിടെ വന്നില്ലെങ്കിൽ എപ്പിസോഡുകൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർ പെർഫോം ചെയ്യാനൊക്കെ നമുക്കറിയാം. ഇനിയും ഒത്തിരി ആൾക്കാർ വരട്ടെ, നമുക്ക് പതിവ് വഴിമാറി കൊടുക്കാം. അതെ, അത് നീ വഴിമാറി കൊടുത്താൽ മതി, ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം, മാറി കൊടുക്കണ്ട. അതല്ല, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്നേ. കാരണം നമുക്ക് പുറകെ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അല്ല അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുക, നമ്മൾ മാറി കൊടുക്കുക. അപ്പൊ അവരെന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ ചേട്ടന്മാരൊന്ന് പച്ച പിടിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് ചെല്ലാന്നുള്ള രീതിയിൽ അവരും ചിന്തിക്കണം. ചിന്തിക്കുന്നില്ല. നമ്മുടെ സീസൺ 1 തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ മ്യൂസിക്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഞങ്ങൾക്ക് സിഗ്നേച്ചർ സ്റ്റെപ്പ് ഒന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഡാൻസ് ചെയ്തൊക്കെയാണ്. സിഗ്നേച്ചർ തന്നാലും എന്റെ സ്റ്റെപ്പ് അങ്ങനെ ആയിരിക്കുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് സീസണില്. നമുക്കറിയാം സാജുവേട്ടൻ ഒരു ഡാൻസർ കൂടിയാണ്, അല്ലെ? കരിയർ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡാൻസർ കൂടിയാണ്. നടന്മാര് എന്നെ കണ്ടാ പഠിച്ചേക്കണം ഡാൻസ്. ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്ന കാര്യം നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. അയ്യോ, അത് അങ്ങനത്തെ ഡാൻസ് അല്ല. ഇന്നത്തെ ഡാൻസ് വേറെ, അന്നത്തെ ഡാൻസ് വേറെ. മറ്റേ പുഴു അന്ന് കുത്തും കോമയായിരുന്നു മൊത്തം. ഇപ്പൊ ഡാൻസ് വേറെ ലെവല്. എന്നെ കൊണ്ട് നാഷിക്ക് എന്നെ ഡാൻസ് കളിക്കാൻ കൊണ്ടുപോയി ഹൈദരാബാദിൽ കൊണ്ടുപോയിട്ട് അമർ അക്ബറിന്റെ ഷൂട്ടിന്. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഡാൻസ് കളിക്കാൻ, ഞാൻ കളിച്ചോളാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മാസ്റ്റർ ചോദിച്ച് ഇയാളെങ്ങനെ ഷാജോൺ ചേട്ടൻ എങ്ങനെ വെച്ചപ്പോൾ ഷാജോൺ ഇച്ചിരി ഇതാണ് ഡാൻസിൽ, മറ്റേ ആൾ അത് മാസ്റ്ററാന്ന് പറഞ്ഞു. അവസാനം ഡാൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റപ്പോഴത്തേക്ക് മാസ്റ്റർ നാഷിക്കനെന്ന് നോക്കി. അപ്പൊ നാഷിക്ക് അവിടെ നിന്ന് ശരിയാവും തോന്നി. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴും നാഷിയുടെ അടുത്ത് പോയി അവിടെ പോയി കസേരയിലിരുന്നു. ഇപ്പൊ ആ മാഷ് വേറെ എവിടെ ഡാൻസ് പഠിക്കാൻ പോയപ്പോ എന്റെ ശൈലിയായി പുള്ളിക്ക്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇട്ടിട്ട് പോയിരുന്നല്ലോ. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ സ്റ്റെപ്പ് അതിനകത്ത് കൃത്യമായിട്ട് ചേർത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അത് ഭയങ്കര അല്ല, അന്നത്തെ കാലത്ത് സ്റ്റേജ് ചവിട്ടി ഈ സൗണ്ട് വന്നു. പടപടയെന്ന അതിനാണ് കളിക്കുന്നത്. വേറെ പാട്ടുകാരനുണ്ടായിരുന്നു, അവൻ ഭയങ്കര പാടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കിടന്ന് ഭയങ്കര പാട്ടുകാരനൊക്കെ. അപ്പൊ സ്റ്റേജിൽ നിന്ന് ഓടി വന്ന് നീ പുറത്തേക്ക് ചാടും. അപ്പൊ ചാടുന്ന ചാട്ടത്തിൽ ഇവൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു അടിയും കൂടി അടിക്കും, കാല് അങ്ങനെ ഒരു അടിയും കൂടി ഉണ്ട്. ചാടിയിട്ട് പാടി വന്നിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് താഴത്തേക്ക് പോയപ്പം വിചാരിച്ചതിനേക്കാൾ ആഴം ഉണ്ടായിരുന്നു ഈ സ്റ്റേജിന്. താളെ ചെന്ന് കാല് മടങ്ങി ഒരൊറ്റ ഇരിപ്പിരുന്നിട്ട് അവിടെ എണ്ണീക്കാൻ വയ്യാണ്ടായിപ്പോയി. പാട്ട് നിർത്തി. അപ്പൊ തന്നെ കമ്മിറ്റിക്കാരൻ ഇവരെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഒമിനി വാൻ റിവേഴ്സ് എടുത്തുകൊണ്ട് ഇങ്ങ് ഉത്സവപ്പറമ്പിലേക്ക് വന്നു. കാല് നീട്ടി ഉത്സവം കാണാനിരുന്ന ഒരു അമ്മൂമ്മയുടെ കാലിൽ കൂടെ ഒമിനി വാൻ കയറ്റിക്കൊണ്ട് വന്നു. ഈ അമ്മൂമ്മേനെയും ഇയാളെയും കയറ്റി വണ്ടിയിലോട്ട് വെച്ചിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് ധൃതിക്ക് ഒരുത്തം വാതിലടച്ചിട്ട് ഒരുത്തൻ്റെ 5 വിരലും കൂടെ വാതിലിൻ്റെ ഇടയിൽ പോയി. എന്നിട്ട് അവനെയും കൂടെ അതിനകത്തോട്ട് കയറ്റി അങ്ങനെ ഒറ്റച്ചാട്ടത്തിൽ 3 പേരെ ആശുപത്രിയിട്ട് കൊണ്ടുപോയി. ഇതിൽ വേറെ സംഭവം അറിയാം. ഇപ്പൊ എന്താണെങ്കിലും ഒരു ടൈമിങ്ങിൽ ചെയ്തില്ല പണി പാളും. ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റ് കളിയുടെ കാര്യം അറിയാലോ. ക്രിക്കറ്റ് കളിക്കാൻ നിന്നപ്പോഴത്തേക്ക് അവിടെ കൊറിയോഗ്രാഫേഴ്സിന്റെ ടീമിൽ ഒരുത്തൻ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുക. അപ്പൊ ഒരു ക്യാച്ച് വന്നിട്ട് ഇവൻ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്താൽ മതി. പക്ഷെ ഇവിടെ എത്ര പുള്ളി
ഒരു താളം ഇട്ട് ആ താളത്തിലെ ടൈമിങ് പോയി നേരെ വന്ന് നെറ്റി കുത്തിയിട്ട് 5 സ്റ്റിച്ച് ഇട്ടേക്കണ്. ഒരാവശ്യമില്ല, അതിനെ പിടിച്ചാൽ മതി. അപ്പൊ അതാണ് ടൈമിങ് എല്ലാത്തിനും കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ വൈബ്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം വൺസ് അപ്പോൺ എ ടൈമിന്റെ വെരി ഓൺ സാജു ഏട്ടനെ ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ വെൽക്കം ചെയ്യുവാണ്. ഇനി രണ്ടുപേർക്കും ടു ദ സീറ്റ്സ് പ്ലീസ്. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വീഡിയോ കോളിൽ ഒരു പോസ്റ്റർ കാണിക്കും. അതൊരു മലയാള ചിത്രത്തിന്റെ തമിഴ് റീമേക്കിന്റെയാണ് ആ പോസ്റ്റർ. ഏതാണ് ആ മലയാള ചിത്രം എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ? നോക്കാം. ശരി, ടീം മാനാർമത്തായി ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോ പറയൂ നിത്യ. ആടുപുലിയാട്ടം. ആടുപുലിയാട്ടം, അതായത് ഈ ചിത്രത്തിന്റെ മലയാള ചിത്രം എന്ന് പറഞ്ഞാൽ ആടുപുലിയാട്ടമാണെന്നാണ് ഉത്തരം പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്യാം അത്. Once upon a time. എക്സാക്ട്ലി. പോസ്റ്റേഴ്സ് ഡിഫറെന്റ് ആയിരുന്നിട്ടും അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു നിത്യ. വൈ? എങ്ങനെ അത് മനസ്സിലായേ? കണ്ടിട്ടുണ്ടോ ആടുപുലിയാട്ടം? ഇഷ്ടമുള്ള മൂവിയാണ്. നല്ല മൂവിയാണ്, ഹൊറർ മൂവിയാണ്. ഹൊറർ മൂവീസ് ഇഷ്ടമാണോ? പിന്നെ അതിന്റെ തമിഴിന്റെ പേര് സെമ്പകക്കോട്ടയെന്നാണ്. സെമ്പക്കക്കോട്ടയെന്നായിരുന്നു അല്ലേ? സെമ്പകക്കോട്ടയെന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ തമിഴിലോട്ടൊക്കെ ഈ പടം ഡബ് ചെയ്ത് പോയാൽ എന്താ കുഴപ്പം അറിയാം. ഞാനും സാജു ഒക്കെ കോമഡിയാ, ഇതിപ്പോ റീമേക്ക് അല്ല, ഡബിങ് ആണ്. അപ്പൊ നമ്മളൊക്കെ കോമഡിക്കാരായതുകൊണ്ട് കോമഡി എന്ന് കണ്ട അപ്പൊ തന്നെ തമിഴ്മാര് നമ്മുടെ ശബ്ദം മാറ്റുന്നേ. ഞാനൊക്കെ ഇത്രയും ബേസിലൊക്കെ ജയറാമേട്ടനൊക്കെ ചെന്നിട്ട് അവിടെ ചെല്ലുന്നത് നിന്റെ ജീവിതത്തിന് നല്ലതല്ല, നീ പോരുത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചതൊക്കെ നീ അങ്ങ പോക മാട്ടേ ഞാൻ സൊല്ലറ നിക്കണേ അങ്ങ ரொம்ப പൈത്ത് ഇറക്കേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ശബ്ദത്തിൽ ഇത് എന്റെ ശബ്ദം വെച്ചിരിക്കുന്നത്. അല്ല എന്റെയൊക്കെ സൗണ്ട് കേൾക്കണോട്ടോ അതില്. കണ്ടിട്ട് വേറെ ആൾക്കാരാണ് തമിഴിലാണ് അത് ഡബ് ചെയ്തത് അല്ലേ? ആണ്, പക്ഷെ കോമഡി എന്ന് കണ്ടാ പിന്നെ ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഈ അടുത്തിടയ്ക്ക് സീതാരാമം എന്നുള്ള പടത്തില് രമേശ് ഏട്ടൻ ശബ്ദം കൊടുത്തില്ലേ? പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡബ് ചെയ്യുന്നതല്ല, ഞാൻ എനിക്ക് ഡബ് ചെയ്തത് കൊള്ളൂല്ലെന്നാ പറഞ്ഞത്. ആ പർട്ടിക്കുലർ കഥാപാത്രത്തിന് ചേട്ടൻ കൊടുത്തത് നല്ലായിരുന്നു, ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, അയാൾ അതിനകത്ത് ഒരു നാടക നടനാണ്. ഈ കഥാപാത്രം ഒരു നാടക നടനാണ്. അപ്പൊ ചില ഡയലോഗുകൾ അയാൾ വളരെ നാടകീയമായിട്ടും ചില ഡയലോഗുകൾ വളരെ ഇമോഷണൽ ആയിട്ടും പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനിപ്പോ തമിഴ് പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ വന്നത്, ചെന്നൈയിൽ നിന്ന് വന്നതാ. അപ്പൊ അവിടെ ചെന്നിട്ട് ഇതേപോലെ ലാംഗ്വേജിന്റെ ഇത് നമ്മളിപ്പോ ഡബ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്തു. നീലം പ്രൊഡക്ഷൻസിന്റെ പടമായിരുന്നു ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സിനിമ. ക്രിക്കറ്റ്, അതും ക്രിക്കറ്റ് എവിടെ നിന്ന് അടിയും കൊണ്ടങ്ങ് ചെയ്യുന്ന ക്രിക്കറ്റ് ബേസ്ഡ് മൂവിയാണ്. ക്രിക്കറ്റർ ആയിട്ടാണോ? അതെ അതെ. അടിപൊളി. നമ്മുടെ ഷാജുവിന്റെ വേറൊരു ഭയങ്കര അദ്ദേഹം സജീവമായിട്ടുള്ള ഒരു വലിയ ഒരു മേഖലയാണ് ക്രിക്കറ്റ്. അപ്പൊ അതിലേക്കൊക്കെ വരാം, വിശേഷങ്ങളിലേക്ക് വരാൻ എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ടീം മാനാർമത്തായ ഒരു പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, നൈസ്. രണ്ടാമത്തെ ചോദ്യം. വീഡിയോ കോളിൽ സാജു ഏട്ടൻ അഭിനയിച്ച ഒരു സിനിമയിലെ രംഗത്തിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കും. അതിലൊരു ക്ലൂ ഉണ്ടാവും ആ സ്ക്രീൻഷോട്ടിൽ. നിങ്ങൾ ഏതാണ് ആ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം. യെസ്, വെരി ഗുഡ്. ഇപ്രാവശ്യം ടീം രാംജി റാവു ആണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അഞ്ജന, വാട്ട്സ് യുവർ ആൻസർ? ഇവൻ മര്യാദ രാമൻ. ഇവൻ മര്യാദ രാമൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദിലീപന്റെ ചിത്രം നമുക്ക് നോക്കാം. Once upon a time. Yes, exactly. ഇവൻ മര്യാദ രാമൻ. ഒരു പോയിന്റ് ലഭിച്ചു കേട്ടോ. വെരി ഗുഡ്. 1-1 സാജു ഏട്ടാ, ഇതിലാണ് ഈ ചിത്രത്തിന്റെ മര്യാദ രാമനിലെ പിക്ചേഴ്സ് ഒക്കെ ഭയങ്കര രസമാണ്. ദൃശ്യം ഭയങ്കര ഭംഗിയാണ്. എവിടെയായിരുന്നു ലൊക്കേഷൻ? അത് ഇവിടെ പഴനിയില്. പക്ഷെ ആ ട്രെയിൻ പോകുമ്പോഴുള്ള വിഷ്വൽ ഒന്നും അതിലുള്ളതല്ല. അത് ഒരു സെറ്റ് ഇട്ടേക്ക്, ഒരു ഗോഡൌണിന്റെ സെറ്റ് ഇട്ടേക്കായിരുന്നു ട്രെയിൻ. അപ്പൊ അത് ബാക്കിയൊക്കെ വിഷ്വലൊക്കെ ചെയ്തേക്കണ. താങ്ക് യു. അങ്ങനെ മൂന്നാമത്തെ ചോദ്യം. വീഡിയോ കോളിൽ കാണിക്കുന്ന ചിത്രത്തിൽ സാജു ഏട്ടനോടൊപ്പമുള്ളവരിൽ ഒരാളെ ഒരു മരത്തിൽ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട്, മരത്തിന്റെ മറവിൽ മാസ്ക് ചെയ്തിട്ടുണ്ട്. ആരാണ് അദ്ദേഹം, ആ വ്യക്തി എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. വെരി നൈസ്. ഒരു ഡിഫിക്കൽട്ട് ക്ലൂ ആണ്. ആ സിനിമ അറിയാമെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. വെരി ഗുഡ്. ഓക്കെ, ടീം മാനാർമത്തായി ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ഹലോ, ഉത്തരം അറിയോ? പെട്ടെന്ന് എടുത്തു പോവാം. ഓക്കെ, ടൈം ഔട്ട്. ഓക്കെ, അനീഷ് കട്ടേടാ, പറയൂ. മമ്മൂക്ക. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക എന്ന ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ് ആണോ? Once upon a time. പിന്നെ അല്ല, Once upon
ജോപ്പൻ. തോപ്പിൽ ജോപ്പൻ അല്ലേ? തോപ്പിൽ ചോപ്പൻ. മമ്മൂക്കയുടെ കൂടെ എത്ര പടം മൊത്തത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും? ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന മമ്മൂക്കയുടെ പടം. എവിടെയാണ്? ഓയമാർ ചോദിക്കാം മരത്തിന്റെ മറവിൽ ആളുണ്ടായിരുന്നു. ആ ഒരു പച്ചക്കരയുള്ള മുണ്ടല്ലേ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, മമ്മൂക്കയുടെ എപ്പോഴെങ്കിലും രാജു ഏട്ടൻ സമയം ചോദിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ സമയം മോശമാണെങ്കിൽ അങ്ങനെ പോയി ചോദിക്കുള്ളൂ. ഭാസ്കറിന്റെ സെറ്റിൽ വെച്ചിട്ട് സിദ്ദിഖ് സാറ് എല്ലാവരും പരിചയപ്പെടുത്തും. അപ്പൊ ഞാനും കൊല്ലം സുധികളും മാറിയിരിക്കേ. അപ്പൊ മമ്മൂക്കയോട് പറഞ്ഞു ഇത് സാജു നവോദയ ഇത് ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി പോലെ മറന്നു പോയിട്ടുണ്ടാവും. അത്രക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും ഓർമ്മയുണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും അറിയാം. ഓക്കെ, അതാണ് നമ്മുടെ മമ്മൂക്ക. അങ്ങനെ ഈ റൗണ്ട് കഴിയുമ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ടീം റാഞ്ചിറാവാണ്. വെരി ഗുഡ്, ബ്രില്യന്റ്. അപ്പോൾ പറയൂ അഞ്ജന, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണെന്ന് കോട്ടിടുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇന്ന് കോട്ടിടുന്നത് സ്റ്റേജ് തകർക്കാനായി വരികയാണ് അഖിൽ മുരളീധരൻ. അഖിൽ മുരളീധരൻ ഓൺ സ്റ്റേജ്. വെൽക്കം അഖിൽ. നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ മണ്ണെണ്ണ വെട്ടത്തിയിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കേണ്ടി വന്നേനെ അല്ലേ? ഇപ്പോൾ പല കണ്ടുപിടുത്തങ്ങളും കാലാനുസൃതമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാദു എന്നായിരുന്നു അവൻ്റെ പേര്. ഇവന് ഓരോ ദിവസം ഓരോരുത്തരുടെ ഭയങ്കര സ്നേഹം. ഇപ്പോൾ ഒരു ദിവസം ശരത്തിനോടാണ് സ്നേഹമെങ്കിൽ അടുത്ത ദിവസം അത് അഭിജിത്തിനടുത്താവും. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നോട് ഭയങ്കര സ്നേഹമായി, എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്നെ ഭയങ്കര കെട്ടിപ്പിടിക്കുന്നു, എനിക്ക് ആൻസറൊക്കെ കാണിച്ചു തരുന്നു. ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലായില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പയ്യെ കാര്യം മനസ്സിലായി. ആര് ലഞ്ച് ബോക്സിനകത്താണോ ചിക്കൻ പീസ് ഉള്ളത് അവനോട് ഈ സ്നേഹം. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. മണത്ത് കണ്ടുപിടിക്കുകയോ ഇല്ല വേറെ എന്തെങ്കിലും ടെക്നിക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളോട് വൈബുള്ള, ഇപ്പോൾ കുട്ടൂസനും ഡാഗിനിയും പോലെ, ഹാർപ്പിക്കും അബ്ബാസും പോലെ, കട്ടപ്പയും ബാഹുബലിയും പോലെ ഇതുപോലെ വൈബുള്ള ഒരു കുട്ടൂസനെ എനിക്കും കിട്ടി. ഞങ്ങൾ ആദ്യം ബാക്ക് ബെഞ്ചിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് വായി നോക്കാൻ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില്ലറ കടം കിട്ടുന്ന ഒരു കട സ്കൂൾ പരിസരം ഞങ്ങൾ കണ്ടുപിടിച്ചു. ടീച്ചർ നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോഴത്തേക്കും അതിൽ ശരി ഉത്തരം മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായിരുന്നു സ്കൂളിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇതെല്ലാം വിട്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ക്രൂരവും പൈശാചികവും ഇത്രയും വൃത്തികെട്ടൊരു കണ്ടുപിടുത്തം നടത്തിയത് ഒരു സായിപ്പാണ്. ഓക്കെ, അയാൾ ഹെൻറി ഫിഷേൽ എന്നാണ് അയാളുടെ പേര്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതിന് മാത്രം ഇയാൾ എന്താ കണ്ടുപിടിച്ചതെന്ന്. പറയാം. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സമയം ഞാൻ ഇയാൾക്കിട്ട് നിരന്തരം ശപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മാത്രമല്ല ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ശപിച്ചിട്ടുണ്ടായിരിക്കും. സസ്പെൻസ് വെക്കുന്നില്ല. പൂരത്തിനടുവിൽ വെടിക്കെട്ടെന്ന് പറയും പോലെ എല്ലാ എക്സാംസും എക്സാം എന്നൊരു പരിപാടി കണ്ടുപിടിച്ചത് ഈ ഹെൻറി ഫിഷേൽ എന്ന് പറഞ്ഞ ഒരാളാണ്. ആലോചിച്ച് നോക്കണേ, ലോകത്തിന് എന്തൊരു അത്യാവശ്യമുള്ള കണ്ടുപിടുത്തമാണ്. ഇതിപ്പോൾ പുള്ളി എക്സാം കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എൻ്റെ അച്ഛൻ SSLC സർട്ടിഫിക്കറ്റിൽ A+ കണ്ടുപിടിക്കാനൊരു ശ്രമം നടന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സിൽ പൈസ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തിയാലും നടക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിലും ഈ കൂട്ടത്തിലെ സുന്ദരിക്കുട്ടിയെ ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. നമുക്ക് താല്പര്യം അതാണല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ജോലി കണ്ടുപിടിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യം അറിയാമല്ലോ, നാട്ടുകാരുടെ കാര്യം. ഇനി ജോലി എന്ന് പറഞ്ഞാൽ വെറും ജോലി പറ്റൂല. സർക്കാർ ജോലി കഷ്ടപ്പെട്ട് PSC ബുക്കെല്ലാം വാങ്ങി പഠിച്ച് നൈറ്റ് ക്ലാസ് ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് PSCയുടെ എക്സാം സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റൂല. എന്താണ് അവസ്ഥ? ഇനി നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പണി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കുന്ന ഒരു മലയാളിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ഫുള്ള് ബംഗാളികളായിരിക്കും. അപ്പോൾ ഈ പണിയെടുക്കാത്ത മലയാളികൾ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയണമെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ വിട്ടാൽ മതി. ഫുൾ ടീമുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു ബംഗാളിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പണി എഴിച്ചിരിക്കാൻ പോലും വയ്യാത്തൊരു മലയാളി ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടുണ്ട് നടസേട്ടാ വാസേട്ടാ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു ബംഗാളി അവിടെ ഉണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാം. സോഷ്യൽ മീഡിയയിൽ വൈറലാവാനുള്ള കണ്ടുപിടുത്തങ്ങളാണല്ലോ. ഇതോ തള്ളിയിട്ടൊരു ആ ടീം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പല സോഷ്യൽ മീഡിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇതുപോലത്തെ ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്ത് വൈറലായ കുറേ അണ്ണന്മാരുണ്ട്. ഇവർക്കെല്ലാം കുറേ ഫാൻസ് ഗേൾസും ഉണ്ട്. ഇപ്പൊ ഇവന്മാരെ കണ്ടുപിടിക്കാൻ പോലീസാണ് ബാക്കിൽ നോടിക്കൊണ്ടിരിക്കുന്നത്. മീശ ടീമുകളെ പറ്റി ഞാൻ പറയട്ടല്ലോ. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനമില്ലാത്ത കണ്ടുപിടുത്തം, നിരന്തരം കണ്ടുപിടുത്തം നടത്തുന്ന ഒരു ടീമാണ് പോലീസുകാരന്മാർ. ഹെൽമെറ്റ് ഇല്ലാത്തവനെ കണ്ടുപിടിക്കണം, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവനെ കണ്ടുപിടിക്കണം. ഈ പണിയെടുക്കാൻ മടിയായിട്ടെ
ഈ പോലീസുകാരന്മാർ റോഡിലും മറ്റേ പോസ്റ്റിലെല്ലാം ഓരോരോ ക്യാമറ കൊണ്ടുവച്ചു. നമ്മളെ പയ്യന്മാരെ തോപ്പിക്കാനാവുമോ? നമ്മൾ ഇതെവിടെ ഇല്ലാന്ന് കണ്ടുപിടിച്ച് അതുവഴി വണ്ടി ഓട്ടിക്കലാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇപ്പൊ കുറച്ച് ഇന്റർനാഷണലിലോട്ട് പോവാം. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ചൈനയുടെ എല്ലാ സാധനങ്ങൾക്കും 6 മാസത്തെ വാറന്റിയാണ്. പക്ഷെ ചൈന ഈ അടുത്ത് പുതിയൊരു കണ്ടുപിടുത്തം നടത്തി, ഒരു ലൈഫ് ടൈം കണ്ടുപിടുത്തം. ഐഫോൺ പോലെ ഓരോ 6 മാസം കഴിയുമ്പോഴും അപ്ഡേഷൻ ഉണ്ട്. എന്താണല്ലേ കോവിഡ് അല്ലാതെ എന്താ നമുക്കിട്ട് പണി തന്ന പുതിയ കണ്ടുപിടുത്തം അവന്മാരുടെ. നമ്മളെല്ലാം ലോക്ക്ഡൗണായി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതുവരെ കഞ്ഞിയും പേരുണ്ടാക്കിയ അമ്മായിമാര് കോൺഫ്ലിക്സ് കൊണ്ട് ചിക്കൻ ബിരിയാണിയും പാസ്ത കൊണ്ട് പുട്ടും ഉണ്ടാക്കണം എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇനി അമ്മാവന്മാരാണെങ്കിലോ സാനിറ്റൈസറിൽ നിന്ന് എങ്ങനെ ആൽക്കഹോൾ വേർതിരിച്ച് അതടിക്കുക എന്നുള്ള കണ്ടുപിടുത്തമായി. നമ്മുടെ നാട്ടിലെ ഓരോ അണ്ണന്മാരുടെയും കണ്ടുപിടുത്തങ്ങളാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാം വിട്ടിട്ട് സിനിമയിലോട്ട് വരാം. നായകൻ്റെ ഒരു ഇടി കിട്ടിയ ഗുണ്ടേ നമുക്ക് കാര്യം പറയണ്ടല്ലോ. ഇനി ഇടിച്ചത് ബാലയാണെങ്കിൽ ഭൂമിയിൽ നിന്നേ ആളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി സീരിയലാണെങ്കിൽ കൊച്ചിൻ്റെ അച്ഛനാരാന്നുള്ള കണ്ടുപിടുത്തത്തിലാണ് കഷ്ടപ്പെട്ട എല്ലാ സീരിയലുകാരും. എൻ്റെ അമ്മയാണെങ്കിൽ ചന്ദനമഴ സീരിയലിലെ അമ്മായി അമ്മയുടെ സാരി ഏത് കടയിൽ നിന്നാന്നുള്ള കണ്ടുപിടുത്തമാണ്. ഇനി ഇതെല്ലാം കിട്ട് റിയാലിറ്റി ഷോയിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങളുടെ പെരുന്നാളാണ്. ഇരിക്കുന്ന കണ്ടില്ല ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. ഞാനും ഉണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഒന്ന് കണ്ടന്റ് പറഞ്ഞപ്പോൾ ഗ്രൂമർ പറഞ്ഞു, എടാ പോയി കൊല്ല കൊള്ളാന്നുള്ള കണ്ടന്റും കണ്ടുപിടിച്ചോണ്ട് വാടാ. പുള്ളി പറഞ്ഞ ആ കണ്ടന്റിൽ നിന്ന് തന്നെ ഞാൻ അങ്ങ് കണ്ടുപിടിച്ചു. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. കണ്ടുപിടുത്തങ്ങൾക്ക് അവസാനമില്ല, പക്ഷെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അഖിൽ മുരളീധരൻ, നമുക്ക് ചോദിക്കാം ചേട്ടന്മാരോട്. രമേശ് ചേട്ടാ. അഖിൽ ചേട്ടാ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. അത് നല്ല കാഷ്വൽ ആയിട്ട് പറഞ്ഞു. അതുമല്ല ഒരു കണ്ടുപിടുത്തം വെച്ചിട്ട് അത് റിവേഴ്സ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും മുന്നോട്ടുള്ള കണ്ടുപിടുത്തങ്ങളും പോലീസ് കണ്ടുപിടിക്കാൻ നിൽക്കുന്നു, നമ്മൾ ക്യാമറ എവിടെ ഇല്ലെന്ന് കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോയ സ്ഥലങ്ങൾ വളരെ നന്നായിരുന്നു. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു തന്റെ ഇതുവരെയുള്ള പെർഫോമൻസുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് കേട്ടോ. ഗംഭീരമായി. നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. ഇപ്പൊ പിഷാരടി പറഞ്ഞ പോലെ തന്നെ ഞാൻ ശരിക്കിരുന്ന് ആസ്വദിച്ച്. കാരണം നേരത്തെ നമ്മൾ മിമിക്രിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കണ്ടുപിടിക്കൂലായിരുന്നു, വലിയ വലിയ വാക്കുകളൊന്നും അല്ലേ, വളരെ ഒപ്പിച്ചു പോകാൻ പറ്റിയ കാര്യങ്ങൾ വെച്ചപ്പോൾ ഉള്ളായിരുന്നു. പക്ഷെ ഇത് നന്നായിട്ട് താൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. അതായത് ഇതുവരെ ഉള്ളതിലും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കോംപ്ലിമെന്റ് ലഭിച്ചിരിക്കുകയാണ് അഖിലിന്. അല്ല, ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുകയാണ് ഇവിടെ. ഈ നിന്റെ ടീമിന്റെ ലീഡർ ഉണ്ടല്ലോ, ആ കുട്ടി മോഡലാണ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആണല്ലേ പറഞ്ഞത്? പ്രൊഫഷണലി ഫിസിയോതെറാപ്പി ആണ്, ഇൻഫ്ലുവൻസർ ആണ്, വീഡിയോ ക്രിയേറ്റർ ആണ്, ഡാൻസർ ആണ്. ഞാൻ നിങ്ങളെ വന്നപ്പോഴത്തോണ്ട് എനിക്ക് നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ട്. ആണോ? എവിടെയാണ്, ഏത് വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ് ചെയ്തിട്ടുള്ളത്? സീരിയസ് ആയിട്ട് ഞാൻ തമാശ ചോദിച്ചല്ല. വീഡിയോ ക്രിയേഷൻ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത്. പക്ഷെ രമേശ് ചേട്ടൻ കണ്ടിട്ടുണ്ടാവുക ട്രോൾ വീഡിയോസ് ആയിരിക്കും. ട്രോൾസും കോമഡീസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആണോ? അതെ, ട്രോളന്മാരുടെ കണ്ടുപിടുത്തമാണ്. ഒരു കുട്ടൻ ചേട്ടനെ വള്ളത്തിലിടുന്ന ഒരു ട്രോള് ചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ, അത് 2 പെമ്പിള്ളേര് കൂടെ വള്ളത്തിൽ പോയിട്ട് അതെ കറക്റ്റ്, നമ്മുടെ ബാക്കിൽ കുട്ടൻ ചേട്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുമ്പോ വള്ളം കുത്തുന്ന കുട്ടൻ ചേട്ടൻ വെള്ളത്തിൽ വീണത് അത് താനാണ്. അത് അടിപൊളി, സൂപ്പർ. കരിയറിലെ ഒരു പൊൻതൂവലായിരുന്നില്ലേ അത്? 15 വയസ്സ് തൊട്ട് വള്ളം നേടുന്ന കുട്ടൻ ചേട്ടനാ. വള്ളത്തെ കയറി സൈഡ് സീറ്റ് ചോദിച്ച് വെള്ളത്തിൽ വീടുള്ളി. ഇത് ഈ എപ്പിസോഡ് മൊത്തം കണ്ടുപിടുത്തമുള്ള. എന്നിട്ട് ഈ കുട്ടൻ ചേട്ടൻ തന്നെ എണീറ്റ് പിന്നെ തുഴഞ്ഞൊക്കെ വരുന്നൊക്കെ ഇല്ലേ? അയ്യോ, ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രോളുകൾ അത്യാവശ്യം നല്ലോണം ഫോളോ ചെയ്യുന്ന ഒരാളാ. ഞാൻ കണ്ടിട്ടുണ്ട് 2 പെമ്പിള്ളേർ. അത് താനല്ലേ? നിങ്ങളെ നമുക്ക് പോകാൻ പുറപ്പെട്ടു പോകാൻ ഏതാണ്ട് സന്ധ്യ ആയപ്പോഴല്ലേ കുട്ടൻ ചേട്ടൻ വെള്ളത്തിൽ വീണത്? വളരെ കറക്റ്റ് ആണ്. കുട്ടൻ ചേട്ടൻ എവിടെ ഉണ്ട്? കുട്ടൻ ചേട്ടൻ കൊല്ലത്ത് ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ട്. മോൻറോ ഐലൻഡിലാണ് ആള്. ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് കൊല്ലത്ത് നമ്മുടെ പിന്നെ വള്ളം കുത്തുന്നത് ഹാർഡ് വർക്ക് അല്ലേ? അതെ. അല്ലാതെ പോകാൻ പറ്റുമോ? നിങ്ങളിരുന്ന് വ്ളോഗ് ചെയ്യുന്ന പോലെയാണോ വള്ളം കുത്തുന്നത്? അല്ല, ഒരിക്കലും. അഖിലേ, എന്നാ പിന്നെ മാർക്സ് അറിഞ്ഞാലോ? ആയിക്കോട്ടെ. ഓക്കെ, രമേശ് ചേട്ടാ 50-ൽ 46. താങ്ക് യു ചേട്ടാ. Brilliant. 46 out of 50. 46. Again 46. അങ്ങനെ ടോട്ടൽ 92 out of 100. അടുത്ത പെർഫോമൻസ് നമുക്ക് കാണാം. ഈ പെർഫോമർ വരുന്ന ടീം മാനാർമത്തായിൽ നിന്നും. നിത്യ, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ് പ്രാവശ്യം കോട്ടിടുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്ന് ആദ്യമായിട്ട് കോട്ടിടാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം കോക്കോ. കോക്കോയോ? കോക്കോ എന്ന് പറഞ്ഞ കോമഡി പറയുന്ന കൊമ്പമീശക്കാരൻ. Oh my God, കോമഡി പറയുന്ന കൊമ്പ
നമസ്കാരം. അനുകരണം, പാചകം, ഇത് രണ്ടും ഒരു കലയാണ് അല്ലേ? ഈ ഒരു കല കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ ഒന്ന് പാളിപ്പോയാൽ നമ്മളെ നെറ്റിയിലൊരു കല വരും. ആ കല മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം എടുക്കും. നമ്മളെ നാട്ടിലെല്ലാം ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പൂട്ടിക്കാം എന്നറിഞ്ഞിട്ട് ഒരുത്തൻ റിസർച്ച് ചെയ്തിട്ട് അപ്പുറം അതേപോലെ അനുകരിച്ചിട്ട് വേറൊരു ഹോട്ടൽ തുടങ്ങും. ലാസ്റ്റ് ആദ്യം തുടങ്ങിയവൻ ആദ്യം പൂട്ടും, അവസാനം തുടങ്ങിയവൻ അവസാനം പൂട്ടും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ മീശ കാണുന്ന സമയത്ത് ഒന്ന് അനുകരിക്കാമെന്ന്. സ്വാഭാവികമായിട്ട് തോന്നും, മലയാളികളല്ലേ, മലയാളികൾ അങ്ങനെയാണല്ലോ, എന്ത് കണ്ടാലും അനുകരിക്കും. അങ്ങനെയാണല്ലോ അതിന്റെ കിടപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്ന കണ്ടന്റ് കല്യാണം കഴിഞ്ഞവര്, കല്യാണം കഴിക്കാൻ പോകുന്നവര്, കല്യാണം കഴിച്ചിട്ട് ആശയം കൊതിയെല്ലാം കെട്ടവരും ഒന്നും അനുകരിക്കാൻ വേണ്ടി പാടില്ല. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒളിമ്പ്യൻ ജലജ ആൻഡ് ഫാമിലിനെയാണ്. ഒളിമ്പ്യൻ ജലജ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് മാരത്തോൺ ഓട്ടം ഓടിയിട്ട് രാജ്യത്തിന്റെ അഭിമാനമായിട്ട് കിട്ടിയ പേര്. അല്ല, 600 കിലോമീറ്റർ ഞായറാഴ്ചക്കാരൻ മുരുകനണ്ണാച്ചിയിൽ ഒന്നിച്ച് മധുര വരെ ഒളിച്ചോടിയിട്ട് നാട്ടാർ ഇട്ട് കൊടുത്ത പേരാണ് ഒളിമ്പ്യൻ ജലജ. ചിലപ്പോ ജലജ ടിപ്പർ ജലജ എന്നും കുടുംബശ്രീ പെണ്ണുങ്ങൾ വിളിക്കലുണ്ട്. കാരണം വായി തുറന്നു കഴിഞ്ഞാൽ ടിപ്പർ കണക്കിനാ അത് പച്ച തെറി തട്ടി കൊടുക്കല്. ജലജക്ക് ജാതക ദോഷം ഉണ്ട് സാജു ഏട്ടാ. ഇപ്പം മുരുകനണ്ണാച്ചിയുടെ പേര് ദോഷവും കൂടി ആയി ഒളിച്ചോടി പോയോണ്ട്. ജലജയുടെ വായിലെ നാവ് എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ വാക്കുകളില്ലാത്ത പര്യായപദം പോലെയാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ടോക്കനാവുന്നതിനേക്കാളും മുമ്പ് ജലജ ഇടിച്ചു കയറി ഉള്ളിൽ ചെന്നിട്ടാകുമ്പോ സിസ്റ്റർ പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടാകുമ്പോ 8888 ടൺ വെയിറ്റിൽ ഒരു ആട്ടങ്ങോട്ടാട്ടി. സിസേറിയം പറഞ്ഞ പൂർണ്ണ ഗർഭിണിക്ക് സുഖപ്രസവം. അമ്മാതിരി വെയിറ്റില്ല ആട്ടാണ്. ഈ ജലജയുടെ ഭർത്താവാണ് ചീരേട്ടൻ. വെറും ചീരനല്ല, ജവാൻ ചീരൻ. സിയാച്ചിൻ മലനിരകളിൽ ഉണ്ണാതെ ഉറങ്ങാതെ നാടിന്റെ അഭിമാനമായ ധീര ജവാനൊന്നും അല്ല. ഒരു സാമ്പത്തിക വർഷം നമ്മളെ ഇരിയ നാട്ടിലെ ബീവറേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജവാൻ എന്ന മദ്യം കരസ്ഥമാക്കിയതിന് ബീവറേജ് ആറ് പൊന്നാട അണിച്ചിട്ടിട്ട് കൊടുത്ത പേരാണ് ജവാൻ ചീരൻ. ചീരേട്ടൻ പറയുന്നത് കഴിക്കുവിൻ ഇഴയുവിൻ, സ്വൽപ്പം മദ്യം അത്രത്തോളം ആശ്വാസം എന്നാണ്. ഇത് മദ്യത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ. മദ്യപിച്ച് കഴിഞ്ഞാൽ ചീരേട്ടൻ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും മാറി മാറി ഇടുന്ന ഒരു വോയിസ് ആണ്. ചീരേട്ടനോട് ഫുട്ബോളിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ചീരേട്ട ഈ ഫുട്ബോളിന്റെ രാജാവാരാന്ന്? ചീരേട്ടൻ പറഞ്ഞു ഫുട്ബോളിന്റെ രാജാവ് പെലെ. ഫ്രീ കിക്കിന്റെ രാജാവാരാന്ന്? അതെന്റെ ഭാര്യ ജലജ തന്നെയാണ്. മിനിയാന്ന് വെള്ളം അടിച്ചിട്ട് തോന്നിയവാസം പറയുന്ന സമയത്ത് കളത്തുന്ന ഒരു ചവിട്ടി കറക്റ്റ് ഞാൻ 2 തെങ്ങിന്റെ ഇടയിലേക്ക് ഓടിപ്പോയിട്ട് കറക്റ്റ് ചാണകക്കൊണ്ടിൽ എന്നെ വീണ്ടും. ഈ ചീരേട്ടൻ ഉണ്ടല്ലോ ഭയങ്കര വെള്ളമടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ചീരേട്ടൻ നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് നശിക്കരുത് പ്ലീസ്, എന്നെപ്പോലെ ആകൂ. നിങ്ങളെ വെള്ളമടി ഞാൻ എങ്ങനെ ആയാലും നിർത്തും, അറിയാതെ ആണെങ്കിൽ ഒരു മരുന്ന് തന്നിട്ട് നിർത്തും പറഞ്ഞു. ചീരേട്ടൻ പറഞ്ഞു ഒരു കാരണവശാലും സാധിക്കില്ല മോനെ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ രാജവെമ്പാലനെ കാട്ടുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ വിഷപ്പല അതിന്റെ സഹകരണത്തോടെ എടുക്കാം. അതിനേക്കാളും സ്ട്രോങ് ആണ് എൻ്റെ വെള്ളമടി, അത് TMT കമ്പ് പോലെ ഉറപ്പിച്ചതാണ്. ഈ വെള്ളമടിക്കാനുള്ള പൈസ ചീരേട്ടൻ എങ്ങനെ അറിയാം ഉണ്ടാക്കല്? പറമ്പിലെല്ലാം വീണ് കിടക്കുന്ന തേങ്ങയുണ്ടല്ലോ, വീണ് മുളച്ചിട്ടുണ്ടാവുമല്ലോ, അത് മുളച്ച തേങ്ങയെല്ലാം ടൗണിൽ കൊണ്ടുപോയിട്ട് നിരത്തി വെച്ചിട്ട് ടീൻ ടൂടിയിലെ തയ്യാന്ന് ഏതെടുത്താലും 10 ഏതെടുത്താലും 10 ഏതെടുത്താലും 10 എന്ന് പറഞ്ഞിട്ട് 180 റുപ്യ ആവുന്ന സമയത്ത് ചീരേട്ടൻ ഒരു ക്വാർട്ടർ മേടിച്ചിട്ട് കുടിച്ചിട്ട് സൈഡാവും. പിന്നെ ഈ KSEB കാരണം പണി സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വെക്കുമല്ലോ, അത് മറച്ച് ഗുജരിക്കാരൻ മുത്തുവണ്ണന് മറച്ചു വെക്കും. ഇപ്പോ മഴക്കാലത്ത് ലൈൻ കമ്പിയുടെ മുകളിൽ ഒരു പറങ്കി വാങ്ങ പൊട്ടി വീണാലും എന്തെങ്കിലും ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞാലും കൂടിയാലും ചീരേട്ടന് വിളി വരും, ചീരേട്ട ഈ നിനക്ക് വലിയ പങ്കുണ്ടോ എന്ന് KSEB-ന്ന്. അങ്ങനെയാണ് ചീരേട്ടൻ്റെ കഥ. ചീരേട്ടൻ വെള്ളമടിക്കുന്ന രീതി അറിഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് മാത്രം എനിക്ക് കോപ്പി റൈറ്റ് അടിക്കുമെന്ന് വിഷയമുണ്ട്. പല ആൾക്കാരുമായിട്ട് ഇത് ബന്ധമുണ്ട് ഈ പറയുന്ന കാര്യം. അതായത് ആരും കാണാതെ ഒരു മൊബൈൽ എടുത്തിട്ട് പോയിട്ട് മൊബൈൽ ടോർച്ച് കത്തിച്ചിട്ട് അരക്ക് കുപ്പിയും ഗ്ലാസ്സിൽ എടുത്തിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് മൊബൈൽ ഫ്ലൈറ്റ് മോഡാക്കിയിട്ട് വെള്ളം അടിച്ചിട്ട് ടപ്പേന്ന് 3 പെഗ് അടിച്ചിട്ട് എണീച്ചിട്ട് ഫ്ലൈറ്റ് മോഡ് ഓണാക്കുമ്പോഴത്തേക്ക് ചീരേട്ടൻ ഫ്ലൈറ്റ് പറത്താൻ വരെ പ്രാപ്തനായിരിക്കും.
പിന്നെ നമ്മ കാണുന്നത് രജനീകാന്തിന്റെ സിനിമയിൽ കാണുന്ന പോലെ ബോംബ് അങ്ങോട്ട് പോകുന്നു, അതുപോലെ ചട്ടി ഇങ്ങോട്ട് പോകുന്നു, പാനി അങ്ങോട്ട് പായുന്നു. ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ദിക്കില് ചലനമറ്റ് കിടക്കുന്ന ചീരേട്ടനായിരിക്കും. പിന്നെ ആ 4-5 കിലോമീറ്ററിൽ ആരും ഇയാൾ വെള്ളം അടിച്ചത് അറിയാതെ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ജവാൻ ചീരേട്ടൻ്റെ കാര്യം. ചീരേട്ടൻ പറയുന്നത് നമ്മളെ നാട് ഇത്രത്തോളം വികസിച്ചില്ലേ, ഇനി എവിടെ ചിന്തിക്കുന്നോ അവിടെ ബീവറേജ് എന്ന നിലയിലേക്ക് വരണം എന്നാണ് ചീരേട്ടൻ പറയുന്നത്. ചീരേട്ടൻ്റെ ഭാര്യ ജലജേച്ചി ഒരു ദിവസം ചീരേട്ടനോട് പണങ്ങിയിട്ട് വേഷം കഴിച്ചു. കാസർഗോഡ് പോയിട്ട് മാരകമായ ബ്രാൻഡഡ് വേഷം മേടിച്ചിട്ട് ജലജ കഴിച്ചു. ഇതറിഞ്ഞിട്ട് ചീരേട്ടനുണ്ടല്ലോ സ്ലോ മോഷനിൽ ഓടിപ്പാഞ്ഞ് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്തെന്നറിയാം രമേശേട്ടങ്ങ? ജലജ ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്നത് ഈ മഹാരകമായ ബ്രാൻഡഡ് വേഷം കഴിച്ചിട്ട് ജലജ മരിച്ചിട്ട. കാരണം എന്താ മനസ്സിലായി ഞങ്ങൾക്ക്? കമ്പനിക്കാർ വേഷത്തിൽ മായം ചേർത്തിന്, വേഷത്തിൽ വരെ മായം. വേഷമെല്ലാം നമ്മ എങ്ങനെ വിശ്വസിച്ചിട്ട് മേടിച്ച് കഴിക്കല്? ലാസ്റ്റ് ചീരേട്ടൻ എന്താക്കിയായിരുന്നില്ല, അതിന്റെ കുപ്പി എടുത്ത് അതിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചു. അല്ല നിങ്ങൾ എന്തെന്നാണ് ഈ കളിക്കുന്നത്? ബ്രാൻഡഡ് മാരക വേഷം എന്നെല്ലാം പറഞ്ഞിട്ട് സാധനം ഇറക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കാന്ന് നിങ്ങളെ കമ്പനി ഞാനെന്ന് പൂട്ടിക്കെന്ന് പറഞ്ഞു. അവസാനം കമ്പനിക്കാർ പറഞ്ഞു തെറ്റി പറ്റിപ്പോയി ചേട്ടാ, ഞമ്മ വേണമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാന്ന്. അങ്ങനെ ഈ ജലജക്ക് നഷ്ടപരിഹാരം കൊടുത്തു. അല്ല അവരത് കൊടുക്കും, കാരണം 100-300 ആൾക്കാർ പണിയെടുക്കുന്ന ഒരു വിഷക്കമ്പനിയാണത്. ഇനിയിപ്പോ ഈ കേസും കൂട്ടായിട്ട് ആ കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ ഈ തൊഴിൽ നഷ്ടപ്പെട്ട മനോവേദനയിൽ മറ്റുള്ള കമ്പനിയുടെ വിഷം മേടിച്ചിട്ട് ഈ കമ്പനിയിലെ പണിക്കാർ ആത്മഹത്യ ചെയ്യൂലേ, അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ കമ്പനിക്കാർ നഷ്ടപരിഹാരം കൊടുത്തത്. ഇനിയിപ്പോ ഇവിടെ കുറച്ച് സമയം കൂടി നിന്നാൽ ചീരേട്ടനെ ഞാൻ അനുകരിക്കോ എന്നെനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് പോയിട്ട് വരാം. കലക്കി കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. മുകേഷ് ഭായി, ഈ ഒരേ സ്ക്രിപ്റ്റ് ഇവിടെയുള്ള 30 പേരെ അവതരിപ്പിച്ചാൽ ചിലപ്പോൾ 30 മാർക്കായിരിക്കും. ഒരേ സ്ക്രിപ്റ്റ് ഒരേ കണ്ടന്റ് 30 പേരെ അവതരിപ്പിച്ചാൽ 30 മാർക്കായിരിക്കും. കാരണം അതിൻ്റെ അവതരണത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് പല വ്യത്യാസങ്ങളുണ്ട്, പലതരത്തിൽപ്പെട്ട വ്യത്യാസങ്ങളാണ്. അതിലേതെങ്കിലും ഒരു തരം അവതരണം നല്ലതെന്നും മറ്റൊരു തരം അവതരണം മോശമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അകാരണമായിട്ട് ചിരി വരും. നിങ്ങൾ തമാശ പറയാതെയും പറഞ്ഞിട്ടോ ഒന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ ചിരി വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രകടനമായിരുന്നു ഇന്നത്തെ പ്രകടനം. ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ വലിയ വർത്തമാനം പറയുമ്പോഴും വലിയ ആൾക്കാർ ചില ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അകാരണമായിട്ട് ചിരി വരും. അത്തരത്തിലുള്ള ഒരു കാണുമ്പോൾ വരുന്ന ചിരി നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്തൊക്കെ. അങ്ങനത്തെ ഒരു സപ്പോർട്ടിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല സന്ദർഭങ്ങളിലും കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ പ്രകടനം നന്നായിരുന്നു. താങ്ക് യു സർ. മുകേഷേ, ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ ക്യാരക്ടർ വരുന്ന ചീരനാ ജവാൻ ചീരൻ അങ്ങ് നോക്കി കറക്റ്റ് അല്ലേ? അല്ല, എന്റെ മനസ്സിൽ കണ്ടൊരു ക്യാരക്ടറിന്റെ ഫിഗർ അത് തന്നെ. ഭയങ്കര രസമായിരുന്നു കേട്ടാ, ഗംഭീരമായിട്ട്. ഞാൻ പറയുമായിരുന്നു ഓരോരോ കാര്യങ്ങൾ പറയണതേ. ഞാനൊന്ന് ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് ഒരു സാധനം ഒന്നും ഇത്രയൊന്നും എനിക്കും പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ ഒരാൾ തന്നെ 30 പേര് ഒരേ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ 30 രീതിയിലായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്തത് ഉഗ്രനായിരുന്നു, പക്കയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആദ്യം ആ കല കഴിഞ്ഞ് ഈ കല വന്നില്ലെങ്കിൽ നെറ്റിലൊരു കല വരും എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. നിങ്ങൾ വേറെ ഏതോ വഴി പോകുന്നുറത്ത്. അവിടുന്ന് എവിടെയോ ഒളിമ്പ്യൻ ജലജയിൽ കൊണ്ടുവന്ന് പിടിച്ച് ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം ടേക്ക് ഓഫ് ആയി. താങ്ക് യു. ചേട്ടാ, ചെറിയൊരു കാര്യം പറയാണ്ടേ? ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു പടത്തിന്റെ കാര്യം, അതിൽ 2ാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹരിസാറിനെ വിളിച്ചിട്ട് പെർമിഷൻ ചോദിച്ചു, സാറേ ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബൈജു മൊഴിപ്പാറ എന്ന് പറഞ്ഞു. അപ്പൊ ഹരിസാർ പറഞ്ഞു നീ പോയിക്കോ. അപ്പൊ അതില് ഡയലോഗിൽ ഒരു വേഷം ചെയ്തു, അതിന്റെ കണ്ടിന്യൂറ്റിയാണ് ഈ മീശ എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. അല്ലെങ്കിലും നമ്മുടെ ഒരു പരിപാടി നിൽക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനിടയിൽ ഒരു പടം വന്നാലോ വേറെ കാര്യങ്ങളൊക്കെ വന്നാലോ അങ്ങനെ പോകണ്ടെന്നുള്ള ആഗ്രഹമല്ല നമ്മൾ. പക്ഷെ ചാനലിൽ ചില നിയമങ്ങളുണ്ട്, മൊത്തത്തിൽ ചില കാര്യങ്ങൾ, ഒരു മത്സരം അല്ലെങ്കിൽ സമ്മാനമുള്ളതുകൊണ്ട് ചിലപ്പം ചില ഷെഡ്യൂളിൽ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് പടം കിട്ടിയാൽ പോകാനും നിങ്ങൾക്ക് പടം കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരുടെയും. തീർച്ചയായിട്ടും ഹരിസാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ടാകുമ്പോൾ പോയിക്കോന്ന് പറഞ്ഞു, ഷെഡ്യൂളിന് പിന്നെ കൃത്യമായിട്ട് എത്തണം. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം തന്നെ നിങ്ങളെ പോലുള്ള കലാകാരന്മാരൊക്കെ ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് മീശ പിരിച്ചു വെച്ചോ. ഓക്കെ, അടിപൊളി. മുകേഷ്, എന്നെ ഈ പെർഫോമൻസിന് ലഭിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയാം? രമേശ് ചേട്ടാ 50-ൽ 47.
രമേശേട്ടാ 40 + 7. വീണ്ടും 47. ടോട്ടൽ 94. 94 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമസ്കാരം സാജു. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഷാരനുള്ള ഞാൻ സാജുവിനോടൊരു വരുമെന്നുള്ള അറിഞ്ഞ് അതുകൊണ്ടാണ് വന്നത്. പേഴ്സണലായിട്ടൊന്ന് കാണണ്ടായിരുന്നു എനിക്ക്. ഒരു ചെറിയൊരു സഹായം സാജുവിന്റെ വേണ്ടതുണ്ട് എനിക്ക്. ചെറിയ സഹായം. സാജു കുറെ സഹായമൊക്കെ ചെയ്യണം എനിക്കറിയാം. അത് കുഴപ്പമില്ല. ചെറിയ സഹായമൊക്കെ ചെറിയൊരു സഹായം തീർച്ചയായിട്ടും. എന്താണ്? എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു 2000. 2000 പ്രശ്നമുള്ള കാര്യമുള്ളല്ലോ. 2000 കൊടുക്കുക. 2000 രൂപ പ്രശ്നമില്ല. 2000 രൂപയല്ല, ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെച്ച് കൊടുക്കും അവന്. ചെറിയ സഹായം. അല്ല, നിങ്ങൾ ഇപ്പൊ ഇത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസത്തെയും പോലെയും ഈ ദിവസം കൊണ്ട് കടന്നു പോകും. പക്ഷെ നിങ്ങൾ എസ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രമാവും. ശരിയാ. ഇതാർക്കാണ് ഈ വീട്? ആർക്കാണ്? എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. കാരണം അവൻ ഭയങ്കര പ്രശ്നത്തിലവൻ. അവന്റെ പേരെന്താ? അവന്റെ പേര് അല്ല, എന്റെ ബാലൻ കൊച്ചന്റെ മോനാണ്. നിങ്ങളുടെ ബാലൻ കൊച്ചൻ. അവന് നല്ല തണ്ടും തടിയൊക്കെ ഉള്ളവനല്ലേ? അവൻ നന്നായിട്ട് നല്ല തടിയൊക്കെ ഉള്ളതാണ്. അവനോട് വല്ല ലോണൊക്കെ എടുത്തിട്ടേ പണിക്ക് പോയിട്ട്. അല്ല, അവന് ലോൺ കിട്ടില്ല അവന്. അതെന്നാ? കാരണം അവന് പണിക്ക് പോകാൻ പറ്റില്ല, പണിയില്ല അവന്. അല്ല, അവന് പണിക്ക് പോയാൽ എന്നാ കുഴപ്പം? പണിക്ക് പോയാൽ എന്താ കുഴപ്പം? പണിക്ക് പോയാൽ അവൻ തന്നെ ലോൺ അടക്കണ്ടേ? അതുകൊണ്ട് അവൻ പണിക്ക് പോവില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തു, ലോൺ എടുത്തോളാൻ പറ. ഞങ്ങൾ അടച്ചോളാം. ലോൺ എടുത്തോളാൻ പറ. ലോൺ എടുത്തോളാം. അവനോട് ധൈര്യമായിട്ട് ലോൺ. അല്ല, അവന്റെ വീട്ടു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളത് ചെയ്തിരിക്കും സഹായം. അല്ല, ഞങ്ങളുടെ വീട്ടു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലോൺ ചോദിക്കൂല ഞങ്ങളോട്. അല്ല, അത് ഇവന്റെ ചരിത്രം ഒന്ന് അറിയും. ഞാൻ ഞാൻ പാട്ടിലൂടെ പറഞ്ഞുതരാം. ഓക്കെ. തറവാട് വീട്ടുവല്ലോ, പുറമ്പോക്കിലെത്തിയല്ലോ, ഒരു സെന്റ് പോലും എൻ്റെ പേർക്കായിട്ടെഴുതിയില്ലല്ലോ. തറവാട് വീട്ടുവല്ലോ, പുറമ്പോക്കിലെത്തിയല്ലോ, ഒരു സെന്റ് പോലും എൻ്റെ പേർക്കായിട്ടെഴുതിയില്ലല്ലോ. ചുളുവിലൻ വീട് വാങ്ങി മറിച്ചു വിറ്റ ബ്രോക്കറേ, ചുളുവിലൻ വീട് വാങ്ങി മറിച്ചു വിറ്റ ബ്രോക്കറേ, ഇനിയുള്ള കാലം എൻ്റെ അടങ്ങാത്ത പ്രാക്കു മാത്രം. തറവാട് വീട്ടുവല്ലോ, പുറമ്പോക്കിലെത്തിയല്ലോ.
റംബോക്കിലെത്തിയല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ അഖിൽ സ്കോർ ചെയ്തിരിക്കുന്നത് 92 പോയിന്റ്സ്, മുകേഷ് OMR 94 പോയിന്റ്സ്. Once Upon a Time സീസൺ 3യുടെ ഒന്നാം സമ്മാനം 7 ലക്ഷം രൂപ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യ സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാരോഗമല്ല. നമ്മുടെ രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപയാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനമായി നൽകുന്നത് 3 ലക്ഷം രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്, സുന്ദരം സുദൃഢം സുഖകരം. വീണ്ടും എത്താം Once Upon a Time സീസൺ 3യിലൂടെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട്. Until then, bye.